മലയാള സിനിമയിൽ റെക്കോർഡ് കളക്ഷൻ നേടിയെന്ന മഞ്ഞുമൽ ബോയ്സിന്റെ അണിയറ പ്രവർത്തകരുടെ അവകാശവാദം പച്ചക്കള്ളമായിരുന്നു. യഥാർത്ഥത്തിൽ ആ സിനിമയുടെ മറവിൽ നടന്നത് കള്ളപ്പണ ഇടപാടുകളാണോ? മഞ്ഞുമൽ ബോയ്സ് 200 കോടി നേടിയിട്ടില്ലെന്നും 100 കോടിക്കടുത്ത് മാത്രമേ ലഭിച്ചുള്ളൂവെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ നടൻ സൗബിൻ ഷാഹിർ അടക്കം 3 പേരെ പ്രതി ചേർത്തിട്ടുണ്ട്. നിർമ്മാതാക്കൾക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളാണ് കുറ്റപത്രത്തിലുള്ളത്. രേഖകളിലെ കണക്ക് പ്രകാരം മഞ്ഞുമൽ ബോയ്സ് 200 കോടി നേടിയിട്ടില്ലെന്നും 100 കോടിക്കടുത്ത് മാത്രമേ ലഭിച്ചു എന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ നിർമ്മാതാക്കൾ നടത്തിയത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തുള്ള തട്ടിപ്പായിരുന്നു. സിനിമയുടെ നിർമ്മാണത്തിനായി പ്രതികൾ പണം മുടക്കിയിട്ടില്ലെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. 1000 പേജുള്ള കുറ്റപത്രം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചു. നടൻ സൗബിൻ ഷാഹിർ, പിതാവ് ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരാണ് കേസിലെ പ്രതികൾ. സിനിമയുടെ ലാഭത്തിന്റെ 40% നൽകാമെന്ന് വാഗ്ദാനം നൽകി പ്രതികൾ 7 കോടി രൂപ നിക്ഷേപിച്ച ശേഷം മുതൽ മുടക്കോ ലാഭമോ നൽകിയില്ലെന്നാണ് അരൂർ സ്വദേശി സിറാജ് നൽകിയ പരാതിയിൽ പറയുന്നത്. മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വിശ്വാസവഞ്ചന, ചതി, ഗൂഢാലോചന, ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന് തട്ടിപ്പ് നടത്തൽ പ്രകാരമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കേസിൽ പ്രതികൾക്ക് നേരത്തെ മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികളിൽ ഒരാളായ ബാബു ഷാഹിർ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.